കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിനത്തിൽ പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാർത്തും പുഴയുടെ ഏകാന്ത പൊളിനത്തിൽ നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ എൻ്റെ ഈ കളിത്തോണി കെട്ടിട്ടു എൻ്റെ ഈ കളിത്തോണി കെട്ടിട്ടു സഖി കെട്ടിട്ടു കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ശ്രീഹരി എന്തോ ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി സ്ക്രാച്ച് ഉണ്ടായിരുന്നു. തുപ്പലം തുപ്പലം വന്നിട്ട് വന്നിട്ട് തുപ്പലം വന്നിട്ടോ? തുപ്പലം വന്നിട്ട് മക്കളെ അത് തുപ്പൽ. എടാ പുതിയ ഹെയർ സ്റ്റൈൽ ആണെടാ. ഈ ഹെയർ സ്റ്റൈൽ വല്ല പേരുണ്ടാ? എന്താ? മുള്ളറ്റ് ബുള്ളറ്റോ? മുള്ളറ്റ് ഇങ്ങനെ ഇരിക്കുന്നയാ? ഓ ഇവിടെ വേറെ. ഓ അല്ല, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് മക്കളെ? സ്റ്റൈലാണ്. ഇത് ഇവിടെ കാറ്റ് പിടിക്കാതിരിക്കാൻ. വളർത്താൻ വെച്ച അയ്യോ, അത് വളർത്തിയാലാണ് ഇത് മുള്ളറ്റായിട്ട് മാറുന്നത്. വളർത്തിയാലാണ് ഭംഗി. ഓ ബാക്കിൽ ഇങ്ങനെ എടാ അല്ലേലും നിന്നെ ഭംഗിയാടാ ചക്കര. നീ ഒരു ചക്കരയാണ്. നിന്റെ ചിരിയൊക്കെ എന്ത് ഇഷ്ടമാണ്, എന്തെല്ലാം രസമാണ്. ചോദിക്കാം നമുക്കെന്നാ. ശരത് സാർ എന്ത് രസമുള്ള പാട്ടാ മുത്തേ നീ കൊണ്ടുവന്നത്. അയ്യോ, ഞാനിത് മോൻ പാടുമ്പോ നമ്മുടെ ദാസേട്ടന്റെ ശബ്ദത്തിലാ കായാമ്പൂ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു. മക്കൾ ഉഗ്രനായിട്ട് പാടിയടാ, നന്നായിട്ട് പാടി. പക്ഷെ ചിലത് ഈ ഓവർ ഡൈനാമിക്സ് കാരണം ചിലത് കേൾക്കാതായിപ്പോയോ, നമ്മുടെ പാറു പറഞ്ഞ പോലെ ഭയങ്കര ഫീലിംഗ് ആയപ്പോ. പക്ഷെ മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആ കായാമ്പൂ തുടക്കമൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. നല്ല സുഖമായിരുന്നു. ആ പിന്നെ പ്രകാശൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മക്കളെ, അത് പൊന്നരഞ്ഞാണം അതൊന്ന് പാടാമോ?
പൊന്നരഞ്ഞാണം ഭൂമിക്കു മക്കളെ ചാർത്തും ഭൂമിക്കു ചാർത്തും. ഭൂമിക്കു ചാർത്തും വെരി സിമ്പിൾ, ഒരു ചെറിയ ഐറ്റമാണ്, പക്ഷെ അതിനൊരു സുഖമുണ്ട്. മക്കളെ പാടിക്കോ, ഒന്നുകൂടെ പാടാമോ? പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാർത്തും. വണ്ടർഫുൾ വണ്ടർഫുൾ, സൂപ്പർ. അതുപോലെ വിസ്മയവുമായി ഞാൻ ഇറങ്ങി. അത് നേരെ ചൊവ്വേ ഇറക്ക്. അതും അടുത്ത ലൈനും. നിത്യവിസ്മയവുമായി ഞാൻ ആ നോട്ട്സ്. നിത്യവിസ്മയവുമായി ഞാൻ ഇറങ്ങി. സഖി സഖി ഞാൻ ഇറങ്ങി. നൈസ് മക്കളെ. ഫീലല്ലേ? അതുപോലെ എന്റെ ഈ കളിത്തോണി, അത് ഇത് തന്നെ കെട്ടിയിട്ടു. ഒന്ന് നേരെ പോയി കെട്ടിയിട്ട്. എന്റെ ഈ കളിത്തോണി കെട്ടി കളിത്തോണി കെട്ടിയിട്ടു കെട്ടിയിട്ടു കെട്ടി കെട്ടി തീരിരി. അതാണ് ഒറിജിനൽ. കെട്ടിയിട്ടു. കെട്ടിട്ടു. അടുത്തത് എന്റെ ഈ കളിത്തോണി കെട്ടിട്ടു. മന കെട്ടിയിട്ടു. അത്ര ശക്തിക്ക് കെട്ടണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് അതാണ്. കെട്ടിയിട്ടു. അങ്ങനെ ആക്കണ്ട. കെട്ടിയിട്ടു കെട്ടിട്ടു സഖി കെട്ടിട്ടു. ആഹാ, മോനെ നന്നായിട്ട് പാടിയാ. അത് എനിക്ക് കുറെ സന്തോഷം. ഇത് ഒരു മൈനർ കറക്ഷൻസ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മോൻ ഉഗ്രായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ഞാനും ഞാൻ ഇറങ്ങി അതുപോലെ അടുത്ത ലൈനും മാത്രമേ വരയിട്ട് വെച്ചിട്ടുള്ളൂ. സെയിം തിങ്. അപ്പൊ അതിപ്പം പാടിച്ചു. പിന്നെ ശ്രീഹരി, എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രീഹരിയുടെ ഇംപ്രൂവ്മെന്റ് ആണ്. വണ്ടർഫുൾ മോൻ. ഇപ്പൊ ശരിക്കും ശ്രീഹരി ഒരു ടോപ്പ് ലൈനിലേക്ക് ഇങ്ങനെ മെല്ലെ നേരത്തെ ആവാമായിരുന്നു. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ലേറ്റ് വന്നാലും അതുകൊണ്ട് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് ശ്രീഹരി. അപ്പൊ ഇപ്പൊ എന്ത് പ്രോസസ്സാണ് ഇപ്പൊ പിടിച്ചിരിക്കണേ അതിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ കേട്ടാ. ഇതാ ഞങ്ങൾക്ക് വേണ്ടത്. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇനി നേരെ അടിപൊളിയാവാം, കൂടുതൽ മേലോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ചേച്ചി. ശ്രീഹരി, ഒരുപാട് അഭിമാനം തോന്നുന്നു കേട്ടോ. നല്ല പ്രോഗ്രസ് ആണ്. യു പ്രൂവ്ഡ് യുവർ സെൽഫ്. അതാണ് കാര്യം. അത് തുടക്കം മുതൽ വോയിസിന്റെ ആ കൺട്രോൾ, ആ സോഫ്റ്റ് ആയിട്ട്. ഈ പിക്ചറിന്റെ പേരെന്താണ്? നദി. അങ്ങനെ നദി പോലെ തന്നെ ഒഴുകി 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 ഓരോ സംഗതിയും അസാധ്യമായിരുന്നു കേട്ടോ. ഈ ഹൈ നോട്ട് പാടുന്നതല്ലേ അനുപല്ലവില്, പുഴയുടെ ഏകാന്ത പുളിനത്തിൽ. അപ്പൊ ബാക്കി കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് വരുമ്പം ആ ഒരു സ്ഥലത്തിൽ മാത്രം ഒരുപാട് പ്രഷറായിരുന്നു. അതൊന്ന് ഒരു കൺട്രോൾ അവിടെ കിട്ടോ? ഒന്ന് നോക്കാം. അത് പുഴയുടെ ബെറ്റർ ആണ്. അത് പുളിനത്തിൽ ഏകാന്തയാണ് കേട്ടോ. ഏകായല്ല, ഏകാ. പുഴയുടെ കൺട്രോൾ കിട്ടിയില്ല. എന്നാലും ഹൈ നോട്ട് ചിലപ്പോ ഇങ്ങനത്തെ സോഫ്റ്റ് മെലഡീസ് പാടുമ്പം ആ മേളില് പാടുമ്പോ ഒത്തിരി പ്രഷർ വേണ്ട. ജസ്റ്റ് അങ്ങനെ ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ട് പാടിയാൽ കൊള്ളാം. ഇത് ചരണത്തിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ചരണത്തിന്റെ തുടക്കമല്ലേ, അത് ഒരു പ്രാവശ്യം വീണ്ടും എനിക്ക് കേൾക്കണം എന്ന് തോന്നുന്നു. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. അതുപോലെ തന്നെ ഈ ശ്രുതി ഇട്ടു കുറച്ച് സോഫ്റ്റ് ആയിട്ട്. അങ്ങനെയെല്ലാം ശ്രുതിയിട്ടു. കൊള്ളാം. അത് വോയിസിന്റെ ഒരു കാര്യം ഉണ്ട് ഇതില്. എന്നാലും അവിടെ കുറച്ചുകൂടി കൺട്രോൾ കിട്ടിയ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ബ്രില്യൻ പെർഫോമൻസ് ആണ് ശ്രീഹരി. കീപ് ഇറ്റ് അപ്പ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഫൈനൽസിൽ കാണണം ശ്രീഹരിനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇനി എന്താ? ശരത് സർ. യെസ്. മാർക്ക്. ചക്കരെ മുത്തേ, നിനക്ക് 9 മാർക്സ്. ഇംപ്രൂവ്മെന്റിന് ഒരു എക്സ്ട്രാ ഇച്ചിരി കൂടി കൊടുത്തോണ്ട് ഒരു 9.5. So total 18.5. ശ്രീഹരി പൊളി.
എടാ എനിക്ക് തോന്നുന്നു നീ ഇതിനകത്ത് വന്നിട്ട് ഇതല്ല നിന്റെ ഏറ്റവും ഹൈയസ്റ്റ് മാർക്ക്. 9.5. പാറു, ആ നമ്മൾ അവൻ അത്രയും അസാധ്യമായിട്ട് പാടി. ഉം. പക്ഷെ എനിക്ക് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നൊരു ആഗ്രഹം. വരൂ ചെയ്തോട്ടെ. പിടിക്കൂ. അല്ല കെട്ടിപ്പിടുത്തം മാത്രം. അല്ല ഷാനെ, എന്തോ അവൻ അത്രയും വൃത്തിയായിട്ട് പാടി. അതെ അതെ. പിന്നെ അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് നോട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു സാധനം കൊടുക്കണമെന്ന് തോന്നി അവന്. അങ്ങനെ Very ഞാൻ good. മേടിച്ചു. അത് നിനക്ക് ഞാൻ തരാം. ആ നാ. കായാമ്പൂ ഓക്കേ. തുറന്നു നോക്കടാ. തുറക്ക് അതൊരു ടൈംലെസ് ഗിഫ്റ്റ് ആണ് കേട്ടോ. അതെ. വാച്ച്. വാ. ശ്രീഹരി പഴയ വാച്ച് എടുത്ത് മാറ്റുന്നു, പുതിയ വാച്ച് കേട്ടോ. അരെ വാ. ആര് കൊടുത്ത വാച്ച്? നമ്മുടെ സ്വന്തം ശരത്തേട്ടൻ. ദിസ് ഈസ് ഫോർ ഓൾ ഹാപ്പിയർ ന്യൂ ടൈംസ്. എന്താ എടേ, ചുമ്മാ ഇരിടാ. ഫ്രെയിം ഇട്ട് വെക്കണത് വാച്ച് ഫ്രെയിം ചെയ്ത് വെക്ക. നീ നിനക്കത്തെ തന്നതാടാ തെറ്റ്. വാച്ച് ഫ്രെയിം ചെയ്ത് വെക്കണോ കെട്ടണോ എന്നൊക്കെ. താങ്ക് യു ശരത് സാർ.